ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സാധാരണ നിങ്ങൾ വീടുകളിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ബോറടിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സ്പെഷ്യൽ അച്ചാറ് ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാ മസാലകളും എടുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതാണ്. ഈ വ്യത്യസ്തമായി എങ്ങനെയാണ് ഈ ചിക്കൻ കറി, അച്ചാറ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അത് വളരെയധികം ടേസ്റ്റായിരിക്കും. ഈ വീഡിയോയിൽ ഇത് ഉണ്ടാക്കാൻ ശരിയായിട്ട് മസാലയുടെ അളവ് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. അച്ചാറി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തു വച്ചിട്ടുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ ഇതിൻ്റെ പകുതി സാധനങ്ങൾ എടുത്താൽ മതിയാവും. നല്ലോണം മിക്സാക്കുക, നല്ലതായിരിക്കും. വെളുത്തുള്ളി ഇഞ്ചി 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾക്ക് ചേർത്തി നല്ല പോലെ കുഴച്ച് മിക്സാക്കി വയ്ക്കുക. അപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരിക്കും. ഇത് 10 മിനിറ്റ് നേരം നമ്മൾക്ക് വയ്ക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മസാലയെല്ലാം ചതച്ചെടുക്കാം. അതിന് വേണ്ടത് പെരുംജീരകം 2 ടീസ്പൂണ്, 2 ടീസ്പൂണ് ജീരകം, മല്ലി 2 ടീസ്പൂണ്, ഉലുവ 2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കടുക്. ഇനി കുറച്ച് എള്ളാണ് ഇത്. എള്ള് നമ്മൾക്ക് പൊടിക്കേണ്ട. ബാക്കിയുള്ള മസാലകൾ നമുക്ക് പൊടിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് ഇതെടുത്താൽ മതി. ഇത്രയും മസാല നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് ഇനി കല്ലിൽ പൊടിച്ചെടുക്കും. കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സിയിലെ ജാറിലിട്ട് പതുക്കനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അധികം അരിഞ്ഞു പോകണ്ട, തരിതരിപ്പായിട്ടിരിക്കണം. നമുക്ക് ഇതേമാതിരി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിയിലിടുമ്പോൾ നമ്മൾക്ക് നല്ല ഒരു നാടൻ രുചിയൊക്കെ കിട്ടും. ഇനി നമ്മൾക്ക് ഇതിൽ ഞാൻ 4 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ മുളകാണ്. അതിൽ നമ്മൾ ചാട്ട് മസാല ഓരോ ടീസ്പൂണ് നിറച്ച് വെക്കുകയാണ്. മുളകിൻ്റെ ഉള്ളിൽ ഓരോ ടീസ്പൂണ് നമ്മൾ ചാട്ട് മസാല വെച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ലാസ്റ്റ് കറിയിലേക്ക് ഇടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും. ഇത് കറിയിലൊക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് ഇത് എടുത്ത് കഴിക്കുമ്പോൾ ഇതിന് നല്ലൊരു ഉപ്പും പുളിയും എല്ലാം കൂടെ നല്ലൊരു രുചിയായിരിക്കും. ഇനി നമ്മൾ എള്ള് ഇതിൽ മിക്സാക്കി കൊടുക്കുകയാണ്. നമ്മൾ ചതച്ച് വെച്ച മസാലയിലേക്ക് നമ്മൾ ഈ എള്ള് മിക്സാക്കി കൊടുത്ത് വയ്ക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 വലിയ സബോള കട്ട് ചെയ്തത് ഇട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. ഒരുവിധം ചോപ്പാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സബോള വേഗം വാടി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപ്പ് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചിയിൽ 1 ടീസ്പൂൺ ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കാശ്മീരി ചില്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. അത് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്. മുന്നേ നമ്മൾ ചേർത്ത് വെച്ച് നാടൻ മുളകാണ്. ഇട്ട് ഇളക്കി കൊടുത്തു. ഈ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. ഇത് വന്നിട്ട് വണ്ണം കുറയ്ക്കാനുള്ളവർക്കും രാത്രി അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്കുമായുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഇതിനെ വേവിക്കാം. മുന്നത്തെ വേവ് കഴിഞ്ഞു. ഇനി നമ്മൾക്കതിലേക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകൾ അതിൽ ചേർത്തി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇത് വളരെ നല്ലതായിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. ഇളക്കി കൊടുക്കാം. കുറച്ചധികം നാൾ കൊണ്ടുള്ള പരിചയത്തിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് അടപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ
അച്ചാറി ചിക്കൻ ഒരു പരുവായിട്ടുണ്ട്. നല്ല രീതിയിൽ ചാറെല്ലാം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു ചിക്കൻ കറിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം, ഉണ്ടാക്കിയെടുക്കണം, കഴിക്കണം. ഈ മുളക് നമ്മൾ ചാട്ട് മസാല ഉള്ളിൽ നിറച്ച മുളകാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അത് 2 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ മസാല എല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അച്ചാറി ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. 2 മിനിറ്റ് നേരം നമ്മൾ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഇഞ്ചി ചെയ്യിട്ടതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറി ചിക്കൻ കറി എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഒരു ഇതിങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുളകെല്ലാം വെന്തു. ചോറിൻ്റെ കൂടെയൊക്കെ ഓരോ മുളക് ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. നമ്മൾ രണ്ടാമത് അടപ്പ് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് വേവിക്കണം. ഇനി നമ്മൾക്ക് ഇത് പാത്രത്തിലേക്ക് പകർത്തി ഇടാം. അങ്ങനെ നമ്മുടെ അച്ചാറി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മസാലയൊക്കെ ചേർന്ന് നല്ല ഒരു കട്ടിയുള്ള ചാറ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഇന്നത്തെ ബോണസ് ടിപ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അച്ചാറി ചിക്കൻ എന്ന് പറഞ്ഞാൽ അച്ചാറിട്ട് അല്ല നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മസാലകളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അച്ചാറി ചിക്കൻ. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന വലിയ മുളക്, അതിൽ ചാട്ടുമസാല നിറച്ച് അതിലിട്ട് കഴിഞ്ഞാൽ ആ മസാല ഇറങ്ങി നല്ലൊരു അച്ചാറിൻ്റെ ടേസ്റ്റായിരിക്കും. അത് നിങ്ങൾ ഉണ്ടാക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.